അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ കൺവേർഷൻ മെത്തേഡിൽ നമ്മൾ ഓൾറെഡി ഒരു ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തു. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലമാണ്. സോ നമുക്കിവിടെയും ഒരു ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ദ ഫോളോയിങ് വാസ് ദ പൊസിഷൻ ഓഫ് മിസ്റ്റർ ജെയിൻ ആസ് ഓൺ 31st December 2012. ഓക്കെ, 31st December 2012 മീനിങ് എപ്പോഴും ക്ലോസിംഗ് ആവണോ നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞതാണ് ഒരു ക്ലാസ്സിൽ. അതായത് ഒരു വർഷത്തിന്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷത്തെ ആദ്യത്തെ ഡേറ്റ് എന്ന മീനിങ്ങിലായിരിക്കും. അപ്പോൾ ഇവിടെ 31st December 2012 ബാലൻസ് ഷീറ്റ് തന്നാൽ അത് ഈ വർഷത്തെ അവസാനത്തെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമുക്കിത് അടുത്ത വർഷം 2013 ഓപ്പണിംഗ് ആയിട്ട് വേണം റീഡ് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം 2013 ഓപ്പണിംഗ് എന്ന രീതിയിൽ വേണം റീഡ് ചെയ്തെടുക്കാൻ. സോ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December, ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ്. ഞാൻ വീണ്ടും പറയുവാണ്, നമുക്കിത് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആണ്. കാര്യം നമ്മൾ ഉറപ്പാണ് 2013 ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അസറ്റ് നോക്കിയാൽ ഓപ്പണിംഗ് ക്യാഷ് ഉണ്ട്, ഓപ്പണിംഗിൽ ഡെറ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്. ഈ ബാലൻസ് ഷീറ്റിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമായി. എന്താണെന്നറിയാവോ? ക്രെഡിറ്ററും ഡെറ്ററും ഉണ്ട്. അപ്പോൾ ഈ ബിസിനസ് ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലും ഡീൽ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി എടുക്കുക. ഡെറ്ററും ക്രെഡിറ്ററും ഉള്ള സ്ഥിതിക്ക് ഇവിടെ ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റ് പർച്ചേസും ഉണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റാറ്റസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കട്ടെ. ദ ഫോളോയിങ് വേർ ദ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓഫ് മിസ്റ്റർ ജെയിൻ ഡ്യൂറിംഗ് ദ ഇയർ 2013. ഞാൻ പറഞ്ഞില്ലേ 2013 നമ്മൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് 2013 ഓപ്പണിംഗ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് അയാളുടെ ക്യാഷ് ട്രാൻസാക്ഷൻ? ആദ്യം ഡെബിറ്റ് നോക്കാം. ഡെബിറ്റ് ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. ലയബിലിറ്റി അസറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് തെറ്റാണ്. ഞാൻ ആ ടെക്സ്റ്റിലെ മിസ്റ്റേക്കാണ്. ഇസ് ജസ്റ്റ് ഇത് റെസീപ്റ്റും അറിയാലോ, ഇത് റെസീപ്റ്റും ഇത് പേയ്മെൻറ്റുമാണ്. ഓക്കെ, അതങ്ങനെ തന്നെ റീഡ് ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് റെസീപ്റ്റ്, ദിസ് ഈസ് റെസീപ്റ്റ് ആൻഡ് ദിസ് ഈസ് പേയ്മെൻറ്റ്. ഓക്കെ, റെസീപ്റ്റ് സൈഡിൽ ആദ്യം ബാലൻസ് ബ്രോ ഡൗൺ, അതായത് ഓപ്പണിംഗിൽ ക്യാഷ്, ഓപ്പണിംഗ് ക്യാഷ്. അതായത് നമ്മുടെ 2013 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ 200 രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട്. സെയിൽസ് ക്യാഷ് സെയിലാണ് കേട്ടോ, ക്യാഷ് സെയിലാണ് 28,000. ഡെറ്റേഴ്സ് ക്യാഷ് ബുക്കിൽ ഡെറ്റേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെറ്റേഴ്സ് നമുക്ക് പൈസ തന്നു, 30,000 രൂപ തന്നു. കമ്മീഷൻ കിട്ടി, അത് വേറെ ഇൻകമാണ്. ഓക്കെ, ഇനി പേയ്മെന്റ് നോക്കിയേ. ക്രെഡിറ്റ് പർച്ചേസ്, അത് ക്രെഡിറ്റ് പർച്ചേസ് അല്ല, ക്യാഷ് പർച്ചേസ് ആണ്. പർച്ചേസ് എന്ന് പറയുമ്പോൾ ക്യാഷ് പർച്ചേസ്. ക്രെഡിറ്റേഴ്സ്, ആ ക്രെഡിറ്റേഴ്സ് എവിടെ നിന്ന് വന്നു? നമ്മൾ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തു എന്നാണ്. ഇതെല്ലാം ക്യാഷ് ഡീലിങ്സ് ആണ്. സാലറി, റെന്റ്, കാരേജ്, അഡ്വർടൈസ്മെന്റ്, നമ്മളൊരു ബിൽഡിംഗ് വാങ്ങി. ദെൻ ക്ലോസിംഗ് ക്യാഷ് 2,500 രൂപയാണ് 2013 ക്ലോസിംഗ് ക്യാഷ്. ഇത്രയുമാണ് നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഓൺ 31st December 2013, അത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. സ്റ്റോക്ക് 4,100, ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയി. ഡെറ്റേഴ്സ്, ക്ലോസിംഗിൽ ഡെറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് 2,000 ക്രെഡിറ്റേഴ്സ് ഉണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. പിന്നീട് ഡിപ്രീസിയേഷൻ, ബിൽഡിങ്ങിന്റെ ഫർണിച്ചറിന്റെ 10% ഡിപ്രീസിയേഷൻ. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് സാലറിയുടെ കൂടെ കൂട്ടുക. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കമ്മീഷനിൽ നിന്ന് കുറയ്ക്കുക. ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷന്റെ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിട്ട് ബാലൻസ് ഷീറ്റ് വരുമ്പോൾ അത് അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കുക. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്. ഓക്കെ, സോ നമ്മുടെ ഒന്നാമത്തെ ജോലി എപ്പോഴും പറയുന്ന കണക്ക് തന്നെയാണ്. ഓപ്പണിംഗിൽ ഡെറ്റേഴ്സും ഉണ്ട്, ക്രെഡിറ്റേഴ്സും ഉണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഉണ്ട്. ഡെറ്റേഴ്സ് നമുക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുത്തിട്ടുമുണ്ട്. ഇത്രയും കാര്യം നമുക്ക് മനസ്സിലാക്കാം. അത് ഓപ്പണിംഗിലെ ബാലൻസ് ഷീറ്റിൽ നിന്നും ക്യാഷ് ബുക്കിൽ നിന്നും മനസ്സിലാക്കാം. പക്ഷേ എൻ്റെ ചോദ്യം, ക്രെഡിറ്റ് സെയിൽസ് എത്ര, ക്രെഡിറ്റ് പർച്ചേസ് എത്ര? ഓപ്പണിംഗിൽ ഡെറ്റേഴ്സ് ഉണ്ട്, ഡെറ്റേഴ്സ് നമുക്ക് പൈസ തന്നിട്ടുണ്ട്, ക്ലോസിംഗിൽ ഡെറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവും. ഓപ്പണിംഗിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്, ക്ലോസിംഗിലും ക്രെഡിറ്റേഴ്സ് ഉണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, അതിന് ക്രെഡിറ്റ് പർച്ചേസ് എത്ര, ക്രെഡിറ്റ് സെയിൽ എത്ര? ഒബ്വിയസ്ലി അത് കണ്ടുപിടിക്കണം. ജസ്റ്റ് ലൈക്ക് ദിസ്. ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നു. ഓപ്പണിംഗ് ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സ് അസറ്റാണ്, അതുകൊണ്ട് ഡെബിറ്റിലേ പോസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഡെബിറ്റ് ചെയ്യുന്നു. ഡെറ്റേഴ്സിൻ്റെ കിട്ടിയ ക്യാഷ് ക്രെഡിറ്റ്, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ്. ഈ 3 ഐറ്റം അല്ലേ തന്നിട്ടുള്ളൂ. ഓപ്പണിംഗ് ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിൻ്റെ എത്ര കിട്ടി, ക്ലോസിംഗിൽ എത്ര, അത്രയും ചെയ്ത് ബാലൻസ് ചെയ്താൽ നമുക്ക് ക്രെഡിറ്റ് സെയിൽ കിട്ടും. അത്രയും ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സെയിൽ 30,200 കിട്ടും. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഓപ്പണിംഗ്.
ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തു, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ്, ഡിഫറൻസ് എടുക്കുമ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും. അപ്പോൾ ക്രെഡിറ്റ് സെയില് 30,200, ക്രെഡിറ്റ് പർച്ചേസ് 20,800 എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അത് എല്ലാ പ്രോബ്ലത്തിലും ഇത് രണ്ടും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് ധൈര്യമായിട്ട് ട്രേഡിംഗ് P&L അക്കൗണ്ട് വരയ്ക്കാം. സംഭവം ഇനി പഴയ കണക്കാണ്, ഞാൻ വലിയ സംഭവം ഒന്നും ആക്കണ്ട. ഡെബിറ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ക്യാഷ് പർച്ചേസ് ക്യാഷ് ബുക്കിൽ നിന്ന് കിട്ടും, ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ കണ്ടുപിടിച്ചു, ദെൻ ഒരു ക്യാരിയേജ് ഉണ്ട്, അതൊക്കെ ക്യാഷ് ബുക്കിൽ കിടപ്പുണ്ട്. എന്താ ക്രെഡിറ്റ് നോക്കട്ടെ, സെയില് ക്യാഷ് സെയിലുണ്ട്, ക്രെഡിറ്റ് സെയിലുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതെല്ലാം ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ ചെയ്തുകൊണ്ട് P&L അക്കൗണ്ട് തുടങ്ങാം. സാലറി, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ചെയ്യണം. റെന്റ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ബിൽഡിങ്ങിന്റെയും ഫർണിച്ചറിന്റെയും ഒക്കെ 10% ഡിപ്രീസിയേഷൻ കൊടുക്കണമെന്നുള്ളത്. ഓക്കെ, സോ അതിവിടെ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ് കാണും അല്ലേ, 10% അല്ലേ, ഫർണിച്ചറിന്റെയും ബിൽഡിങ്ങിന്റെയും 10% കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇതാ ഇവിടെ ഫർണിച്ചർ 2,000 രൂപയും ഉണ്ട്, ക്യാഷ് ബുക്ക് നോക്കിയാൽ ബിൽഡിംഗ് 8,000 രൂപയും ഉണ്ട്. അപ്പോൾ അതിന്റെ രണ്ടിന്റെയും 10%, ദാറ്റ് ഈസ് 200, 800. അതാണ് ബിൽഡിങ്ങിന്റെ കേസും ഫർണിച്ചറിന്റെ കേസും. ഓക്കെ, പിന്നീട് ക്രെഡിറ്റിൽ കമ്മീഷൻ, അതിൽ നിന്ന് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കുറച്ചു, അതെല്ലാം പഴയ കണക്ക് തന്നെ. നെറ്റ് പ്രോഫിറ്റ് 9,500. ബാലൻസ് ഷീറ്റ് വരുമ്പോൾ നമുക്ക് ആദ്യം ലൈബിലിറ്റി നോക്കാം. ക്ലോസിംഗിൽ ക്രെഡിറ്റർ ഉണ്ട്, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ലൈബിലിറ്റി ആണ്, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലൈബിലിറ്റി ആണ്. ഇൻകം മുൻകൂട്ടി വാങ്ങി വെക്കുന്നത് ബാധ്യതയാണ്. ക്യാപിറ്റൽ 7,000 ഉണ്ടായിരുന്നതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് കൂട്ടി, അറിയാലോ, ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് നെറ്റ് പ്രോഫിറ്റ്. അസറ്റ് നോക്കിയേ, ക്യാഷ് 2,500, അതെവിടെ നിന്ന് വന്നടാപ്പനെ, ക്യാഷ് 2,500 ക്ലോസിംഗ് ക്യാഷ് ആണ്, പലരും ഇത് മറന്നു. ക്ലോസിംഗ് ക്യാഷ് ബുക്കിന്റെ ക്ലോസിംഗ് ക്യാഷ് ക്ലോസിംഗ് ഡേറ്റിൽ ഒരു അസറ്റ് ആണ്, ദാറ്റ് ഈസ് ക്യാഷ് ബാലൻസ്, അത് മറന്നു പോയത്. ക്ലോസിംഗിലെ ഡെറ്റേഴ്സ്, ക്ലോസിംഗിലെ സ്റ്റോക്ക്, ഫർണിച്ചറിന്റെയും ബിൽഡിങ്ങിന്റെയും ഡിപ്രീസിയേഷൻ കുറച്ചെഴുതുക, ബാലൻസ് ഷീറ്റ് ടാലിയാകും. ഇങ്ങനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കി ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം ആണ്. ഓക്കെ.